ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് BOYA by M1 എന്നൊരു മൈക്കാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ യൂസ് ചെയ്യുന്നൊരു മൈക്കാണ് BOYA by M1 എന്നൊരു മൈക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കണ്ട നേരെ വീഡിയോയിലേക്ക്. ഇതാണ് നമ്മുടെ സാധനം. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കത് പയ്യെ പുറത്തേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഇതാണ് നമ്മുടെ സാധനം. ഒരു കവർന്നത് പൊതിഞ്ഞിച്ചൊക്കെയാണ്. നമുക്കതും കൂടി റിമൂവ് ചെയ്ത് കളയാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കവറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ സാധനം. നമ്മൾ ബോക്സിലേക്ക് വരികയാണെങ്കിൽ മേളിൽ ബോയാന്നും ഇവിടെ നമ്മളെ മൈക്കിന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ലാവാലിയർന്നും മൈക്രോഫോണെന്നും മൈക്രോ കർവറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നടുവിലേക്ക് വരുവാണെങ്കിൽ സൂപ്പർബ് സൗണ്ട് ഫോർ പ്രസൻറ്റേഷൻ ആൻഡ് വീഡിയോ റെക്കോർഡിങ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ബൈ M1 എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മോഡലിൻ്റെ പേരാണ് BOYA by M1 എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. താഴേക്ക് വരുവാണെങ്കിൽ ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇത് എവിടെയൊക്കെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. മൊബൈലിലും ടാബിലും ലാപ്ടോപ്പിലും ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാമെന്ന് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഫോർ സ്മാർട്ട് ഫോൺസിനും DSLR കണക്ട് ചെയ്യാമെന്നും ഓഡിയോ റെക്കോർഡ്സിലും PC കണക്ട് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ ബൈ M1 എഴുതിയിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് വരുവാണെങ്കിൽ ബോയാന്നും പ്രോ ഓഡിയോ സീരീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ മൊബൈലിലൊക്കെ കണക്ട് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിന് ചുറ്റും കാണാനുള്ള കാര്യങ്ങളൊക്കെ. നമുക്കിത് അൺബോക്സ് ചെയ്ത് നമ്മുടെ മെയിൻ സാധനം മൈക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി തന്നെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സാധനം ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ കാണാൻ എനിക്കൊരു ബ്ലാക്ക് പൗച്ചിനകത്തായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കത് തൊടുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിവേ നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു യൂസർ മാനുവലും കൂടി തന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇംഗ്ലീഷിലും ബാക്കിൽ ചൈനീസിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതായാലും നമുക്കത് മാറ്റി വെക്കാം. വേറെ ഒന്നും തന്നിട്ടില്ല. ഈ രണ്ട് സാധനം മാത്രമേ തന്നിട്ടുള്ളൂ. ഇനിവേ നമുക്കിനി നമ്മുടെ പൗച്ച് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മളത് ആ പൗച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈക്ക് പയ്യെ പുറത്തേക്ക് എടുക്കാം.
മൈക്കൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആ മൈക്ക് വെക്കുന്ന ആ സ്പോഞ്ചും അതോടൊപ്പം ക്ലിപ്പും കിട്ടുന്നുണ്ട്. നല്ല സ്പോഞ്ചും ക്ലിപ്പും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വലിയ ഓഡിയോ ജാക്കും കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ലാപ്ടോപ്പിലും ഒക്കെ ക്യാമറയിലും ലാപ്ടോപ്പിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന വലിയ ഓഡിയോ ജാക്കും കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇനി ആ സ്പോഞ്ചും കൂടി ആ മൈക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുകൊണ്ടുള്ള മെയിൻ ഉപകാരം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫാൻ ഇട്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫാനിൻ്റെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഈ സ്പോഞ്ച് ഇട്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫാനിൻ്റെ സൗണ്ട് കേൾക്കില്ല, നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റി ഫീൽ ചെയ്യും. ഫ്രണ്ട്സ്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഇതും മെറ്റൽ ക്ലിപ്പാണ്. ഞാൻ വിചാരിച്ച് പ്ലാസ്റ്റിക് ആയിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള ക്ലിപ്പും കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് വെച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ കാണാമായിരിക്കും ഇതൊരു മെറ്റൽ ബോഡിയാണ്. ഇവിടെ ക്യാമറ എന്നും ഓഫ് സ്മാർട്ട് ഫോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു മെറ്റൽ ബോഡിയാണ്. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിടിക്കുമ്പോൾ തന്നെ. ഫ്രണ്ട്സ്, നമുക്കത് ഊരിയിട്ട് നമ്മുടെ ബാറ്ററി അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫോണിലേക്കാണെങ്കിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ആവശ്യമില്ല. അപ്പോൾ അത് ക്യാമറയിലേക്കൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി എന്തായാലും നിർബന്ധം. ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ ആവശ്യമില്ല. നമുക്ക് ആ ബാറ്ററി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബാറ്ററി അതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ആ പയ്യെ അടച്ചു കൊടുക്കാം. നല്ല രീതിയിൽ നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാനായിരിക്കും ഓൺ ഓഫ് ബട്ടൺ കാണാനായിരിക്കും. ക്യാമറയിലാണെങ്കിൽ ക്യാമറയെ വെക്കുക. ഫോണിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് മാർസ് ഫോൺ കാണാനായിരിക്കും. അവിടെ ആക്കി കൊടുത്താൽ മതി ബട്ടണ്. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ വലിയൊരു ഓഡിയോ ജാക്കും വെച്ച് കൊടുക്കാം. ക്യാമറയിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വലിയ ഓഡിയോ ജാക്കും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയുള്ള നമ്മളുടെ മൈക്കിൻ്റെ വിശേഷങ്ങളിലൊക്കെ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് അതോടൊപ്പം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്നും ഞാൻ ഈ വീഡിയോ കാണിച്ചു തന്നിട്ടില്ല. വേറെ കൊണ്ടല്ല, നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയിപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നത്, ഇത് കണക്ട് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയിട്ട് വേണം ഇത് കണക്ട് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലോങ് ആയിപ്പോൾ. അതുകൊണ്ട് മാത്രമാണ് ഇടാത്തത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്, അധികം വൈകാതെ തന്നെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ കാണുന്നത്. ടിൽ ദെൻ ബൈ.